ഫൗസ്റ്റീന എടുത്ത തീരുമാനം ഇതാണ്. അവൾ വ്രതമെടുത്ത സമയത്ത് 3 തീരുമാനങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. അതിലെ 3ാമത്തെ തീരുമാനം ഇതായിരുന്നു: ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലേരിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങൾ ദൈവപ്രമാണം ലംഘിച്ചുകൊണ്ട്, തിരുസഭയുടെ കൽപ്പന ലംഘിച്ചുകൊണ്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലം കൂടാതെ അവന് സ്വർഗപ്രാപ്തി കിട്ടില്ല. അതുകൊണ്ട് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഇപ്രകാരം പറയുന്നുണ്ട്: നമ്മൾ കേൾക്കാതെയും പറയാതിരിക്കുന്ന കാര്യങ്ങളാണ് ശുദ്ധീകരണ സ്ഥലം. അതിനെക്കുറിച്ച് പഠിപ്പിക്കണം, അതിനെക്കുറിച്ച് പ്രബോധനം കൊടുക്കണം, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് ഫൗസ്റ്റീന ചെയ്തു തുടങ്ങിയിട്ട് എന്തുണ്ടായെന്നറിയാമോ? എന്താ ചെയ്തത്? ഇവൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പിശാച് വന്ന് ഇവളുടെ കട്ടിൽ കുലുക്കി ഉറങ്ങാതിരിക്കാൻ. അല്ലേലിയ. നമ്മുടെ വീട്ടിലെ കട്ടിലൊക്കെ കുലുക്കി കഴിഞ്ഞാൽ എന്താ പറയും? ഉറക്കം നഷ്ടപ്പെട്ടു. പല വ്യക്തികളും എന്നോട് ഷെയർ ചെയ്തതാണ്, 2:30 മണിക്ക് ആരോ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് അച്ഛാ. ചിലർ പറഞ്ഞിങ്ങനെ 2:30 മണിക്ക് ഉറക്കം ഇല്ല അച്ഛാ, അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയുമോ? എനിക്ക് ഉറക്കം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 2:30 മണിക്ക് എഴുന്നേൽപ്പിക്കാൻ 3 മണിക്ക് എഴുന്നേൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്.